ഇന്ന് നമ്മൾ പോകുന്നത് സാർണിയ ടു ലണ്ടൻ, അതായത് കൺട്രി സൈഡ് വഴി ബസ്സിൽ ലണ്ടനിലേക്കൊരു യാത്ര. അതാണ് ഇന്നത്തെ പോക്ക്. ബാ പോവാം. രാവിലെ ഒരു 6 മണിയായപ്പോൾ തന്നെ ഞാൻ കുളിച്ചു മാറ്റി റെഡിയായി. 6:30 ബസ്സാണ്. നേരെ വന്ന് കണ്ടു വെക്കുമ്പോൾ ഞാൻ വലിയ ബസ്സൊക്കെ പ്രതീക്ഷ, പക്ഷേ ഇതായിരുന്നു ബസ്, കുഞ്ഞു ബസ്സായിരുന്നു. പിന്നെ ബസ്സിൽ കയറിയിരുന്നു, യാത്ര അങ്ങ് തുടങ്ങി. വേറൊരു സർപ്രൈസിങ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓടിക്കുന്നത് ഒരു മലയാളി തൊടുപുഴക്കാരനായിരുന്നു കേട്ടോ. അവനിവിടെ സ്റ്റുഡൻ്റാണ് ലണ്ടനിൽ. അവനിവിടെ പാർട്ട് ടൈമായിട്ട് കയറിയിട്ട് വർക്ക് ചെയ്യുന്നതായിരുന്നു. അവൻ എല്ലാ സ്ഥലങ്ങളിലൂടെയും നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്, പറപ്പിച്ച് വിടുമായിരുന്നു അവൻ. പോകുന്ന വഴിക്ക് നമ്മൾ മോസ്റ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നതെല്ലാം മറ്റേ കോൺഫീൽഡുകളായിരുന്നു. ഞാൻ പോകുന്ന വഴിക്ക് കുറേ അധികം കോൺഫീൽഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മർ ആകുമ്പോൾ ഇവരത് പ്ലാൻ ചെയ്യും, എന്നിട്ട് ഏകദേശം ഒരു ഫോളിങ് സീസൺ ആകുമ്പോഴത്തേനും ഇത് ഹാർവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് അവർ മോസ്റ്റ്ലി ചെയ്യുക. പിന്നെ പോകുന്ന വഴിക്ക് നമുക്ക് കുറേ അധികം വീടുകൾ കാണാം, ഇങ്ങനെ ഇൻഡിവിജ്വൽ വീടുകളും കുറേ അധികം RVs എല്ലാം അതിൻ്റെ മുന്നിൽ പാർക്ക് ചെയ്ത് കാണാം. എനിക്ക് തോന്നുന്ന ഒരു ഹോളിഡേയ്സും വെക്കേഷനൊക്കെ RVസിൽ നൈസായിട്ട് പോകുന്നതായിരിക്കും. പിന്നെ ഏകദേശം ഒരു 8-9 മണിയോടെ അടുപ്പിച്ച് ഞാൻ ലണ്ടനിലെത്തി. അതിനുശേഷം ലണ്ടനിൽ ഞാൻ കുറേ നേരം അങ്ങനെ കറങ്ങി നടന്നു. സർപ്രൈസിങ് ആയിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു ഉടുപ്പി ദോശ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. ആകെ സർപ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ സന്തോഷമായി. നേരെ ഞാൻ ദോശക്കടയിലേക്ക് ചെന്നു ഒരു ദോശ അടിക്കാൻ വിചാരിച്ചിട്ട്. പക്ഷേ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ 10 മണിക്ക് തുറക്കമുണ്ടായുള്ളൂ. ഏകദേശം 1 ഹവറോളം സമയമുള്ളതുകൊണ്ട് പിന്നെ ഞാൻ നേരെ അടുത്തുള്ള ഒരു ടിം ഹോട്ടൻസിൽ പോയിട്ട് ഒരു ഫ്രഞ്ച് വനില എടുത്ത് ഞാൻ ടൗണെല്ലാം ഒന്ന് കണ്ടു. പഴയ സ്ട്രക്ചേഴ്സും, അതായത് ലണ്ടൻ സ്ട്രക്ചേഴ്സും ഒക്കെ ആയിരുന്നു. പിന്നെ അവിടുന്ന് നേരെ ടൊറൻറ്റോയിലേക്ക്. ഏകദേശം ഉച്ചയ്ക്കൊരു 3 മണി കഴിഞ്ഞു വീട്ടിലേക്ക് എത്തിയപ്പം. അപ്പം അതാണ് ഇന്നത്തെ യാത്ര.